നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. കൊടകരയിൽ പോലീസിന്റെ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 75 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ നെല്ലായിൽ നിന്നും പോലീസ് പിടികൂടി. കാനഡയിൽ ചാലക്കുടി സ്വദേശി ഡോണ കൊല്ലപ്പെട്ടതിൽ ഭർത്താവ് ലാൽ കെ പൗലോസിനായി തിരച്ചിൽ ഊർജിതം. മണ്ണമ്പേട്ട പാലക്കുന്ന് പ്രദേശത്ത് വ്യാപകമായ കാട്ടുപന്നി ശല്യം. കൃഷിയിടത്തിലേക്ക് റോഡിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കാട്ടുപന്നിക്കുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും വിളംബര റാലിയും സംഘടിപ്പിച്ചു. വാർത്തകൾ വിശദമായി. കൊടകരയിൽ പോലീസിന്റെ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 75 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ നെല്ലായിൽ നിന്നും പോലീസ് പിടികൂടി. പരിശോധനയ്ക്കിടെ കൈ കാണിച്ചിട്ടും നിർത്താതെ പോയ വാഹനം പിന്തുടർന്നാണ് പ്രതികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പാലക്കാട് ചുള്ളിമട വെസ്റ്റ് ലക്ഷംവീട് കോളനി എരുമയൂർ 22 വയസ്സുള്ള ശ്രീജിത്ത്, കോടനാട് കൂവപ്പടി കോട്ടവയൽ വടക്കേക്കര 29 വയസ്സുള്ള അജി എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത്. ഒറീസയിൽ നിന്നും പെരുമ്പാവൂരിലേക്ക് കടത്തിയ കഞ്ചാവാണ് പിടികൂടിയത്. രഹസ്യ വിവരത്തെ തുടർന്നായിരുന്നു പരിശോധന. സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡ്, ചാലക്കുടി ക്രൈം സ്ക്വാഡ്, കൊടകര പോലീസ് എന്നിവർ ചേർന്ന് നടത്തിയ പരിശോധനയ്ക്കിടെയാണ് പ്രതികൾ പിടിയിലായത്. റൂറൽ ഡാൻസ് ഓഫ് SI-മാരായ VG സ്റ്റീഫൻ, P ജയകൃഷ്ണൻ, സതീശൻ മടപ്പാട്ടിൽ, റോയ് പൗലോസ്, ASI-മാരായ PM മൂസ, സൂരജ് V ദേവ്, VU സിൽജോ, CPO-മാരായ MJ ബിനു, ഷിജോ തോമസ്, റെജി, കൊടകര SI ഐശ്വര്യ, ASI PM അലി, KV ദിലീപ്, PV രാജു, CPO-മാരായ ലിജോൺ, ശ്രീജിത്ത്, സഹദ്, വിഷ്ണു പ്രസാദ്, സ്മിത്ത് മാമ്പിള്ളി എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കാനഡയിൽ ചാലക്കുടി സ്വദേശിനി ഡോണ കൊല്ലപ്പെട്ട സംഭവത്തിൽ ഭർത്താവിനായി അന്വേഷണം ഊർജിതം. പ്രതിയെന്ന് സംശയിക്കുന്ന ഭർത്താവ് ലാൽ കെ പൗലോസ് സംഭവത്തിന് ശേഷം ഡൽഹിയിൽ എത്തിയെന്നാണ് കനേഡിയൻ പോലീസിന്റെ കണ്ടെത്തൽ. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ ഡോണയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമത്തിലാണ് ബന്ധുക്കൾ. മകൾക്കും മരുമകനും വാങ്ങിയ പുത്തൻ വസ്ത്രങ്ങളുമായി ദുരന്ത വാർത്ത കേട്ട് ഞെട്ടൽ താങ്ങാനാകാതെ കണ്ണീരണിഞ്ഞിരിക്കുകയാണ് ചാലക്കുടി ശ്രേയസ് നഗറിലെ വീട്ടിൽ ഡോണയുടെ മാതാവ് ഫ്ലോറയും പിതാവ് സാജൻ പടിക്കലും. എന്നും ഫോണിൽ സംസാരിക്കുന്ന മകളെ കുറച്ചു ദിവസമായി വിളിക്കുമ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് മാത്രമായിരുന്നു ലഭ്യമായിരുന്നത്. ജോലി തിരക്കാകുമെന്ന് കരുതി മെയ് 7-നാണ് ഇരുവരും ആത്മഹത്യ ചെയ്യുകയാണെന്ന ഭർത്താവ് ലാലിന്റെ മെയിൽ ID-യിൽ നിന്ന് സന്ദേശം ലഭിക്കുന്നത്. കാനഡയിലെ പൂട്ടിക്കിടന്ന വീട് തുറന്നു നോക്കിയപ്പോഴാണ് ഡോണയുടെ മൃതദേഹം കണ്ടെത്തിയത്. ഡോണയ്ക്കൊപ്പമുണ്ടായിരുന്ന ഭർത്താവ് ലാൽ സംഭവത്തിനു ശേഷം അവിടെ നിന്ന് കടന്നു കളയുകയും ചെയ്തു. ചൂതാട്ടത്തിന് പണം നൽകാത്തതിലുള്ള വൈരാഗ്യം കൊലയിൽ കലാശിച്ചതെന്നാണ് ഡോണയുടെ ബന്ധുക്കളുടെ നിഗമനം. ചൂതാട്ടം മൂലം ലാലിന് വലിയ ബാധ്യതയായി. പലപ്പോഴായി ഡോണയുടെ അക്കൗണ്ടിൽ നിന്ന് ഭർത്താവ് ലാൽ 1.5 കോടിയിലധികം രൂപ പിൻവലിച്ചതായി കണ്ടെത്തി. ലാലിനായി കാനഡ പോലീസ് അന്വേഷണം ആരംഭിച്ചതിന് പിന്നാലെയാണ് ഇയാൾ ഡൽഹിയിലേക്ക് കടന്നത്. ഡോണയുടെ മാതാപിതാക്കൾ കേരള പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ദില്ലിയിൽ വിമാനമിറങ്ങിയെന്ന വിവരം പോലീസിനും ലഭിച്ചിട്ടുണ്ട്. ഒപ്പം പ്രിയപ്പെട്ട മകളുടെ മുഖം ഒരു നോക്ക് കാണാൻ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള പോരാട്ടത്തിലാണ് കുടുംബം. 3 വർഷം മുൻപായിരുന്നു ഡോണയുടെയും ലാലിന്റെയും വിവാഹം. ഡോണയും ലാലും കാനഡയിൽ തന്നെയാണ് പഠിച്ചത്. ഇരുവരും പരിചയക്കാരായതിനാൽ വിവാഹം ബന്ധുക്കൾ ചേർന്ന് നടത്തുകയായിരുന്നു. ഈ മെയ് മാസം 7-ാം തീയതിയാണ് നമ്മൾക്ക് വൈകിട്ട് 4 മണിക്ക് എൻ്റെ മകൻ ഞങ്ങളോട് ഫോൺ ചെയ്യാണ്. ഫോൺ ചെയ്തിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു മെയിൽ വന്നിട്ടുണ്ട്, ഇവർ രണ്ടാളും സൂസൈഡ് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു എന്ന് പറഞ്ഞു വന്നു. അപ്പോൾ ഞാനും വൈഫുണ്ട്, വൈഫിൻ്റെ അമ്മയും കൂടി ഉണ്ടായിരുന്നു. അവരാകെ തകർന്നൊരവസ്ഥയിൽ വന്നു. അപ്പോൾ ഞാൻ ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അവനെ വിളിച്ച് പറഞ്ഞൊരു കാര്യം, നീ പോലീസ് സ്റ്റേഷനിലേക്ക് അവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കും എന്ന് പറഞ്ഞു. അവൻ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസും അവനും കുറച്ച് ദൂരമുള്ളതാണ്. അവർ രണ്ടാളും ഏകദേശം ഒരു ടൈമിനാണ് അവിടെ അപ്പാർട്ട്മെൻറ്റിൽ വന്നത്. കാരണം പുതിയൊരു അപ്പാർട്ട്മെൻറ്റിലേക്ക് മെയ് മാസം 1-ാം തീയതിയാണ് എൻ്റെ മകളും. മണ്ണമ്പേട്ട പൂക്കോട് പാലക്കുന്ന് പ്രദേശത്ത് വ്യാപകമായ കാട്ടുപന്നി ശല്യം.
കൃഷിയിടത്തിലേക്ക് റോഡിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കാട്ടുപന്നിക്കുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. പൊതുപ്രവർത്തകനും പത്ര ഏജന്റുമായ VK വിനീഷാണ് ദൃശ്യങ്ങൾ പകർത്തിയത്. റോഡിലൂടെ കൃഷിയിടത്തിലേക്ക് കടക്കാൻ കാട്ടുപന്നിക്കുട്ടി ചീറിപ്പായുന്നത് ദൃശ്യങ്ങളിൽ കാണാം. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. മേഖലയിൽ പന്നിശല്യം രൂക്ഷമാണെന്ന് കൃഷിക്കാരും നാട്ടുകാരും പറഞ്ഞു. ഇതിനിടെയാണ് കാട്ടുപന്നിയുടെ ദൃശ്യവും ലഭിച്ചത്. കാട്ടുപന്നിക്കൂട്ടത്തോടൊപ്പം എത്തിയതാണ് കാട്ടുപന്നിക്കുട്ടിയും. മറ്റുള്ളവ കൃഷിയിടത്തിലേക്ക് കടന്നുപോയിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെ ചീറിപ്പോവുകയായിരുന്നു കാട്ടുപന്നിക്കുട്ടി. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാല പൂർവ്വ ശുചീകരണവും ആരോഗ്യ ജാഗ്രത 2024 വിളംബര റാലിയും സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ ആരോഗ്യ സന്ദേശം നൽകി. വൈസ് പ്രസിഡന്റ് TG അശോകൻ, ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വാർഡ് അംഗങ്ങൾ, ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ഷിജി P. തോമസ്, പഞ്ചായത്ത് ജീവനക്കാർ, ആരോഗ്യവകുപ്പ് ജീവനക്കാർ, വേലുപ്പാടം സെന്റ് ജോസഫ് HS സ്കൂളിലെ NSS വളണ്ടിയേഴ്സ്, ഹരിതകർമ്മ സേനാംഗങ്ങൾ, ആശാ വർക്കർമാർ എന്നിവർ ചേർന്ന് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. തൃശൂർ പൂങ്കുന്നം ആസ്ഥാനമായി 28 വർഷമായി RBI ലൈസൻസോടുകൂടി പ്രവർത്തിക്കുന്ന പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ പുതിയ ശാഖ ചെങ്ങാലൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. ചെങ്ങാലൂർ ഓവർ ലേഡി ഓഫ് മൗണ്ട് കാർമൽ പള്ളിക്ക് എതിർവശം റയാൽ ബിൽഡിംഗിലാണ് സ്ഥാപനം ആരംഭിച്ചിരിക്കുന്നത്. പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KM ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് അംഗം പ്രീതി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരസമിതി അധ്യക്ഷ രതി ബാബു, ബിൽഡിംഗ് ഓണർ ഷാജി വർഗീസ്, പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ചെയർമാൻ MK സാജു, മാനേജിംഗ് ഡയറക്ടർ CA ജോൺസൺ, വൈസ് ചെയർമാൻ രാഖിൽ മുരളി, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിനീത് വാര്യർ, അസോസിയേറ്റ് വൈസ് പ്രസിഡന്റ് TS സുമേഷ്, അഡ്വൈസറി ബോർഡ് അംഗം തോമസ് J. ചിറമ്മൽ, സെയിൽസ് റീജിയണൽ മാനേജർ ബിന്ദു നന്ദൻ, HOD-മാരായ ഹരീഷ് S. കുമാർ, രമേശ്, രശ്മി, ബിസിനസ് ഡെവലപ്മെന്റ് ഓഫീസർ വിനീഷ, കസ്റ്റമർ റിലേഷൻഷിപ്പ് എക്സിക്യൂട്ടീവുകളായ ശരണ്യ ലിമേഷ്, KS ശ്രീജി, OR ഹിമ, സ്നേഹദാസ് എന്നിവർ സന്നിഹിതരായി. നോൺ ബാങ്കിംഗ് ഫിനാൻസ് സ്ഥാപനമായ പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺ പ്രൈവറ്റ് ലിമിറ്റഡ് RBIയുടെ അനുവദനീയമായ പലിശകൾ മാത്രമാണ് ലോണുകൾക്ക് ഈടാക്കുന്നത്. കേരളത്തിനു പുറമെ കർണാടക, തമിഴ്നാട്, പോണ്ടിച്ചേരി എന്നിവിടങ്ങളിലും ശാഖകളുണ്ട്. ഒരു ബിസിനസ് ഒഫീഷ്യൽ വളർച്ചയില്ല നമ്മൾ കാണുന്നത്. കാരണം നമുക്ക് ഇപ്പോൾ വിനീഷിനെ സംബന്ധിച്ച് അല്ലെങ്കിൽ നമ്മുടെ കമ്പനി തുടങ്ങിയത് 1996-ലാണ് നമ്മുടെ കമ്പനി തുടങ്ങിയിരിക്കുന്നത്. ഏകദേശം 28 വർഷത്തോളം നമ്മുടെ ജനങ്ങളിലേക്ക് ഇറങ്ങി. അപ്പം അത് ഇന്നിപ്പോ വളരെ സന്തോഷപൂർവ്വം ഈ റയാൽ ടവറിലെ ഒരു സാമ്പത്തിക സ്ഥാപനമാണെന്ന് തോന്നുന്നു. ജോലി കിട്ടാനൊരു കൂടിയുണ്ട്. അപ്പൊ എന്താണെന്നാണ് 2 പേര് ഇവിടെ ഉള്ളത്, 3 പേരുണ്ട്. ഇവിടെ വന്നവരാരും നിരാശപ്പെട്ടു പോയിട്ടില്ല. അപ്പൊ നിങ്ങൾക്കോ, അതായത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ് എന്ന ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വളരെ ഡെവലപ്മെന്റ് ആണ്. അപ്പൊ നിങ്ങളിപ്പോൾ ഈ സ്ഥാപനങ്ങളെ പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. നമുക്ക് നമ്മുടെ മനസ്സിൽ വലിയ കാര്യങ്ങളായിരുന്നു. സാധാരണ നമ്മൾ ടൗണിൽ വലിയ നമ്മള് നാഷണലൈസ്ഡ് ബാങ്ക് ഉണ്ട്, ഷെഡ്യൂൾഡ് ബാങ്ക് ഉണ്ട്, കമേഴ്ഷ്യൽ ബാങ്ക് ഉണ്ട്. അതുപോലെ തന്നെ സർവീസ് സെക്ടറിലേക്ക് കൂടി നമ്മൾ കടന്ന ഒരു രംഗത്തേക്കാണ് പോകുന്നത്. അതായത് പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സിനൊപ്പം MC മെട്രോ നമുക്ക് ചെയ്യേണ്ട ഒറ്റ കാര്യം നല്ല സർവീസ് കൊടുക്കുക. വിനീഷ നല്ല സർവീസ് കൊടുക്കുക സംസാരിച്ചാണ്. പക്ഷെ ഒരു കാര്യം നമ്മൾക്ക് ഈ ചെങ്ങാലൂരുള്ള നിവാസികളോട് ഉറപ്പ് തരാൻ സാധിക്കും. നല്ലൊരു കഴിവുള്ള ആളാണുള്ളത്. എന്തായാലും ചെങ്ങാലൂരിന് ഒരു പുതിയ ചാൻസാണ്. സാമ്പത്തിക സേവന രംഗത്തെ വിശ്വസ്തതയുടെ മുഖമുദ്ര പട്ടാമ്പി ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് ലോൺസ് പ്രൈവറ്റ് ലിമിറ്റഡ്, റയാൻ ബിൽഡിംഗ്, ചെങ്ങാലൂർ. ഇൻവെസ്റ്റ്മെന്റിനും ലോണിനും വേണ്ടി വിളിക്കേണ്ട നമ്പർ 0480 2990 470. കൊരട്ടി ചിറങ്ങരയിൽ രോഗിയുമായി പോയിരുന്ന ആംബുലൻസ് അപകടത്തിൽപ്പെട്ടു. മാളയിലെ ആശുപത്രിയിൽ നിന്ന് അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് രോഗിയുമായി പോയിരുന്ന ആംബുലൻസാണ് അപകടത്തിൽപ്പെട്ടത്. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട സ്ഥലത്ത് അപകടങ്ങൾ നിത്യസംഭവമാണെന്ന് നാട്ടുകാർ പറയുന്നു. ശനിയാഴ്ച പുലർച്ചെ ദേശീയപാത കൊരട്ടി ചിറങ്ങര സിഗ്നലിനടുത്തുള്ള വളവിൽ വെച്ചായിരുന്നു അപകടം. കനത്ത മഴയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട ആംബുലൻസ് ദേശീയപാതയ്ക്ക് നടുവിലെ കോൺക്രീറ്റ് കാനയിലേക്ക് ഇടിച്ചിറങ്ങുകയായിരുന്നു.
മാള കുണ്ടായിയിലെ ആശുപത്രിയിൽ നിന്ന് രോഗിയുമായി അങ്കമാലിയിലെ ആശുപത്രിയിലേക്ക് പോകുമ്പോഴായിരുന്നു അപകടം. അപകടത്തിൽ ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ രോഗിയെ അങ്കമാലിയിലെ ആശുപത്രിയിലെത്തിച്ചു. ആംബുലൻസ് അപകടത്തിൽപ്പെട്ട ചിറങ്ങര സിഗ്നലിനടുത്ത വളവ് നിരന്തര അപകട മേഖലയാണെന്ന് നാട്ടുകാർ പറയുന്നു. മഴ പെയ്താൽ ഇവിടെ റോഡിൽ വെള്ളം കെട്ടി നിൽക്കും. ഇതോടെ വലിയ വാഹനങ്ങൾ ഉൾപ്പെടെ റോഡിൽ നിന്നും തെന്നിപ്പോവുകയാണെന്നും നാട്ടുകാർ ചൂണ്ടിക്കാട്ടുന്നു. റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണമാണ് ഇവിടുത്തെ അപകടങ്ങൾക്ക് കാരണമെന്നാണ് ആരോപണം. കഴിഞ്ഞ മഴക്കാലത്ത് മാത്രം ഇതേ സ്ഥലത്ത് 15ഓളം അപകടങ്ങൾ നടന്നതായി പ്രദേശവാസികൾ പറയുന്നു. കഴിഞ്ഞ ദിവസം ഗതാഗത മന്ത്രി ദേശീയപാതയിലെ ഗതാഗതക്കുരുക്ക് പഠിക്കാനായി ചാലക്കുടിയിൽ നിന്നും അരൂർ വരെ യാത്ര നടത്തിയിരുന്നു. ഇതിനിടെ ഈ അപകട മേഖലയിൽ എത്തുകയോ പരിശോധിക്കുകയോ ചെയ്തില്ലെന്നും ഇവിടുത്തുകാർ കുറ്റപ്പെടുത്തുന്നു. മനുഷ്യാവകാശ പരിസ്ഥിതി സംരക്ഷണ സമിതിയുടെ വാർഷികത്തോടനുബന്ധിച്ച് വരന്തരപ്പള്ളി പഞ്ചായത്തിലെ 22 വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത 100 കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യുന്നു. ഞായറാഴ്ച രാവിലെ 10-ന് വരന്തരപ്പള്ളി ജനതാ UP സ്കൂളിൽ നടക്കുന്ന പരിപാടി പോലീസ് അക്കാദമി ഡിവൈഎസ്പി PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ സുരേഷ് ചെമ്മനാടൻ മുഖ്യപ്രഭാഷണം നടത്തും. എഴുത്തുകാരനും സാംസ്കാരിക പ്രവർത്തകനുമായ സുഭാഷ് മൂന്നുമുറി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും പടിയിറങ്ങുന്നു. വെള്ളിക്കുളങ്ങര വില്ലേജ് ഓഫീസ് ജീവനക്കാരനായ സുഭാഷ് മൂന്നുമുറിക്ക് നാട്ടുകാരും സുഹൃത്തുക്കളും ചേർന്ന് ഞായറാഴ്ച സ്നേഹാദരമൊരുക്കും. പ്രതിഭാധനനായ എഴുത്തുകാരൻ, ജനകീയനായ സർക്കാർ ജീവനക്കാരൻ, മനുഷ്യസ്നേഹിയായ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നിങ്ങനെ വിശേഷിപ്പിക്കപ്പെടുന്നയാളാണ് സുഭാഷ് മൂന്നുമുറി. കുറഞ്ഞ കാലം കൊണ്ട് 10 പതിപ്പുകൾ പ്രസിദ്ധീകരിച്ച കടലാസ് വഞ്ചികൾ എന്ന ചെറുകഥാ സമാഹാരമാണ് സുഭാഷിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായ കൃതി. പൂവിടരും കാലം, പച്ചമുളക്, മരം, കൊച്ചുകാര്യം തുടങ്ങിയ പുസ്തകങ്ങളും സുഭാഷ് രചിച്ചവയാണ്. ബക്കർ പുരസ്കാരമടക്കമുള്ള നിരവധി സാഹിത്യ പുരസ്കാരങ്ങളും ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്. ഊർമിള എന്ന പേരിൽ യൂട്യൂബിലൂടെ റിലീസ് ചെയ്ത സുഭാഷ് മൂന്നുമുറിയുടെ കവിത 1.5 ലക്ഷത്തിലേറെ ആസ്വാദകരുടെ പ്രശംസ പിടിച്ചുപറ്റിയിരുന്നു. കോവിഡ് കാലം വരെ മൂന്നുമുറിയിൽ പ്രവർത്തിച്ചിരുന്ന എസ് മറ്റത്തൂർ എന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന കൂട്ടായ്മയിലെ പ്രധാന പരിശീലകരിലൊരാളായും സുഭാഷ് പ്രവർത്തിച്ചിരുന്നു. ഈ കൂട്ടായ്മയിലൂടെ ഒട്ടേറെ പേരെ സർക്കാർ ജോലി കയ്യെത്തിപ്പിടിക്കാൻ പ്രാപ്തരാക്കിയിട്ടുണ്ട്. വിരമിച്ച ശേഷം എഴുത്തിലും സാംസ്കാരിക പ്രവർത്തനങ്ങളിലും സജീവമാകുന്നതിനൊപ്പം എസ് മറ്റത്തൂർ സൗജന്യ PSC പരിശീലന കൂട്ടായ്മയെ വീണ്ടും ശക്തമാക്കാനാണ് തൻ്റെ തീരുമാനമെന്ന് സുഭാഷ് മൂന്നുമുറി പറഞ്ഞു. കാൽനൂറ്റാണ്ട് കാലത്തെ ഗവൺമെൻറ് ജീവനം ഈ മെയ് 31-ാം തീയതി അവസാനിക്കുകയാണ്. എഴുത്തും വായനയും കൂടുതൽ സജീവമാക്കുന്നതിനും കൊറോണ കാലത്ത് നിർത്തിവെച്ച എസ് മറ്റത്തൂർ PSC കോച്ചിങ് സെൻറ്റർ നിരവധി പേർക്ക് തൊഴിലവസരം ഉണ്ടാക്കി കൊടുത്തൊരു സ്ഥാപനമാണ്. അത് വീണ്ടും പുനരുജ്ജീവിപ്പിക്കാനും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ നേടിക്കൊടുക്കാനുമുള്ള ഒരു പ്രസ്ഥാനം ആരംഭിക്കണമെന്നാണ് റിട്ടയർമെൻറ്റ് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ആഗ്രഹം. മാൻ ബിഹൈൻഡ് സക്സസ് എന്ന പേരിൽ സുഭാഷ് മൂന്നുമുറിയെക്കുറിച്ചും എസ് മറ്റത്തൂർ കൂട്ടായ്മയെക്കുറിച്ചും ഡോക്യുമെൻ്ററി ഇറക്കിയിരുന്നു. സർക്കാർ ജോലിയിൽ പ്രവേശിച്ച കാലഘട്ടം മുതൽ തൻ്റെ ശമ്പളത്തിൽ ഒരു വിഹിതം രോഗികൾക്കും നിരാലംബർക്കും നൽകുന്ന സുമനസ്സിൻ്റെ ഉടമയാണ് സുഭാഷ് മൂന്നുമുറി. പലപ്പോഴായി തനിക്ക് ലഭിച്ച പുരസ്കാര തുകകൾ പൂർണ്ണമായും ഇത്തരത്തിൽ സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്നവർക്കാണ് സുഭാഷ് നൽകിയത്. പ്രളയകാലത്ത് തൻ്റെ 2 മാസത്തെ വേതനം പൂർണ്ണമായും ദുരിതാശ്വാസ ഫണ്ടിലേക്ക് നൽകിയ സുഭാഷ് കോവിഡ് കാലത്തും ഏറെ സഹായങ്ങൾ ചെയ്തിരുന്നു. ഈ മാസം 31-ന് സർവീസിൽ നിന്നും വിരമിക്കുന്ന സുഭാഷ് മൂന്നുമുറിക്ക് മറ്റത്തൂർ .in സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ഞായറാഴ്ച സ്നേഹാദരമൊരുക്കും. ജനപ്രതിനിധികളും സാംസ്കാരിക പ്രവർത്തകരും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുക്കും. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനുള്ള വോട്ടർ പട്ടികയുടെ കരട് ജൂൺ 6-ാം തീയതി പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ അറിയിച്ചു. വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ നടപടി സംബന്ധിച്ച് ചർച്ച ചെയ്യാനായി വിളിച്ചു ചേർത്ത യോഗത്തിലാണ് ജില്ലാ കളക്ടർമാരോട് സംസാരിക്കുകയായിരുന്നു കമ്മീഷണർ.
വരുന്ന ജൂലൈ 1-ാം തീയതി അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കാനാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്. 2024 ജനുവരി 1 യോഗ്യതാ തീയതിയായി നിശ്ചയിച്ചാണ് വോട്ടർ പട്ടിക പുതുക്കുക. ഇതിനു മുൻപ് 2023 സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലാണ് വോട്ടർ പട്ടികയുടെ സംക്ഷിപ്ത പുതുക്കൽ നടന്നത്. ഇനി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ നിയോജക മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് പുതിയ വോട്ടർ പട്ടിക പ്രകാരമായിരിക്കും നടക്കുക. വോട്ടർ പട്ടിക പുതുക്കുന്നതിന് മുന്നോടിയായി നടത്തേണ്ട രാഷ്ട്രീയ കക്ഷികളുടെ യോഗം, ഇലക്ടർ രജിസ്ട്രേഷൻ, ഓഫീസർമാർക്കുള്ള പരിശീലനം തുടങ്ങിയവ സംബന്ധിച്ചും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ എ ഷാജഹാൻ ജില്ലാ കളക്ടർമാർക്ക് നിർദ്ദേശം നൽകി. കോടാലി മുരിക്കിങ്ങൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ശനീശ്വര പൂജ നടത്തി. തന്ത്രി കുഴിയേലി, നഗർണമന നീലകണ്ഠൻ നമ്പൂതിരി, മേൽശാന്തി ഏറന്നൂർ മന ഹരി നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. നിരവധി ഭക്തജനങ്ങൾ സംബന്ധിച്ചു. കേരള തീരത്ത് നിലനിന്നിരുന്ന ചക്രവാത ചുഴി ദുർബലമായി. സംസ്ഥാനത്തെ മഴയുടെ തീവ്രത കുറയുന്നു. വിവിധ ജില്ലകളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും ശക്തമായ മഴയ്ക്ക് സാധ്യത. മലയോര മേഖലകളിൽ ജാഗ്രത തുടരണം. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ട്. ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ കേരള തീരത്ത് നിന്ന് കടലിൽ പോകുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. കേരള, തെക്കൻ തമിഴ്നാട് തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കണം. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദം അതിതീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചു. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കാലവർഷക്കെടുതിയുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ അറിയിക്കുന്നതിന് പറവട്ടാനിയിലുള്ള ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 5 വരെ കർഷകർക്ക് ഇനി പറയുന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ 0487 24 24 223. പട്ടാമ്പി ഗവൺമെന്റ് സംസ്കൃത കോളേജിൽ ബോട്ടണി വിഷയത്തിൽ ഗസ്റ്റ് അധ്യാപകരെ ആവശ്യമുണ്ട്. UGC മാനദണ്ഡങ്ങൾ അനുസരിച്ച് യോഗ്യതയുള്ളവരും തൃശൂർ കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയത്തിൽ പേര് രജിസ്റ്റർ ചെയ്തവരുമാണ് അവസരം. വയസ്സ്, പ്രവൃത്തി പരിചയം, വിദ്യാഭ്യാസ യോഗ്യത തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളുമായി 28 രാവിലെ 10 കൂടിക്കാഴ്ചയ്ക്ക് കോളേജിൽ എത്തണമെന്ന് പ്രിൻസിപ്പാൾ അറിയിച്ചു. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0466 22 12 223. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6640 രൂപ, പവന് 53,120 രൂപ. കല്ലൂർ നായരങ്ങാടി താഴേക്കാട്ട് പ്രഭാകരൻ നായർ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സതിയാണ് ഭാര്യ. രജനി, മനോജ് കുമാർ എന്നിവർ മക്കളും സതീഷ്, സന്ധ്യ എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ ചക്കാലമുറ്റത്ത് പനംകുളത്തുകാരൻ ആന്റണി അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനീസാണ് ഭാര്യ. സിൻഡോ, ജിൻഡോ, ബിൻഡോ എന്നിവർ മക്കളും നിമ്മി, റിയ, ജസ്ന എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. കൊടകരയിൽ പോലീസിന്റെ കഞ്ചാവ് വേട്ട. കാറിൽ കടത്തുകയായിരുന്ന 75 കിലോ കഞ്ചാവുമായി 2 യുവാക്കളെ നെല്ലായിൽ നിന്നും പോലീസ് പിടികൂടി. കാനഡയിൽ ചാലക്കുടി സ്വദേശി ഡോണ കൊല്ലപ്പെട്ടതിൽ ഭർത്താവ് ലാൽ കെ പൗലോസിനായി തിരച്ചിൽ ഊർജിതം. മണ്ണമ്പേട്ട പാലക്കുന്ന് പ്രദേശത്ത് വ്യാപകമായ കാട്ടുപന്നി ശല്യം. കൃഷിയിടത്തിലേക്ക് റോഡിലൂടെ കടക്കാൻ ശ്രമിക്കുന്ന കാട്ടുപന്നിക്കുട്ടിയുടെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു. വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിന്റെയും കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ മഴക്കാലപൂർവ്വ ശുചീകരണവും വിളംബര റാലിയും സംഘടിപ്പിച്ചു. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്.
ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.